ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വായിച്ചത് നന്ദഗോപര് രാമനെയും കൃഷ്ണനെയും മധുരയിൽ നിർത്തിയതിനു ശേഷം ഒറ്റയ്ക്ക് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ഭാഗമാണ്. ഇത്രയും കാലം തൻ്റെ മാത്രമാണ്, തൻ്റെ സ്വത്താണ് എന്ന് കരുതിയിരുന്ന തൻ്റെ പൊന്നോമന കണ്ണൻ ഇന്ന് മറ്റു ചിലർക്ക് കൂടി അവകാശപ്പെട്ടതായിരിക്കുന്നു. താനും യശോദയും വളർത്തച്ഛനും വളർത്തമ്മയുമായിരുന്നു എന്ന ആ ഒരു സത്യം നന്ദഗോപര് തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന എങ്ങനെയാണ് നമുക്ക് വർണ്ണിക്കുവാൻ സാധിക്കുന്നത്? കാരണം വയസ്സുകാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു പുത്രനാണ്. ആ കുഞ്ഞിനെ എന്നേക്കുമായി വിട്ടുപിരിയുകയാണ് എന്ന ചിന്ത നന്ദഗോപരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അത് മാത്രമല്ല, ഈ കാര്യം എങ്ങനെയാണ് വൃന്ദാവനത്തിൽ ചെന്ന് യശോദാ റാണിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്? അതും അദ്ദേഹത്തിനെ വല്ലാതെ ഉലച്ചിരുന്നു. കൃഷ്ണനാണെങ്കിൽ അച്ഛനോട് യാത്ര പറയാൻ പോലും സാധിക്കുമായിരുന്നില്ല. കൃഷ്ണന്റെ മനസ്സിൽ അത്രത്തോളം വേദനയായിരുന്നു. അറിയാമായിരുന്നു അദ്ദേഹത്തിന് മധുരയിലേക്ക് വരുമ്പോൾ ഇനി ഉടനെ ഒരു തിരിച്ചുപോക്കില്ല എന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗോപികളോട് യാത്ര പോലും പറയാതെ കൃഷ്ണൻ രഥത്തിലേക്ക്, അക്രൂരൻ കൊണ്ടുവന്ന രഥത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസത്തെ ഈ ഭാഗം കേട്ട എല്ലാവരുടെയും മനസ്സിലെ വിങ്ങൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളത് അനുഭവിച്ചേ മതിയാകൂ. കാരണം ഇതൊക്കെ കാലത്തിൻ്റെ ഓരോ നീതികളാണ്. അങ്ങനെ ഇപ്പോൾ കൃഷ്ണനും രാമനും മധുരയിലാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വസുദേവര്, അതായത് കൃഷ്ണന്റെ പിതാവായ വസുദേവര് തൻ്റെ പുത്രന്മാരുടെ പൂണുനൂൽ കല്യാണം നടത്തണം എന്ന് തീരുമാനിക്കുന്നു. അതനുസരിച്ചിട്ട് വസുദേവര് കുലഗുരുവായ ഗർഗമുനിയെയും മറ്റുള്ള ചില ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് രാമന്റെയും കൃഷ്ണന്റെയും പൂണുനൂൽ കല്യാണ മഹോത്സവം വളരെ ഭംഗിയായി തന്നെ നടത്തുന്നു. ആ സമയത്ത് രോഹിണിയും വന്നിട്ടുണ്ടായിരുന്നു ഗോകുലത്തിൽ നിന്ന് രോഹിണിയും അപ്പോൾ മധുരയിലേക്ക് വന്ന് വസുദേവരുടെ മന്ദിരത്തിൽ താമസമാക്കിയിരുന്നു. കൃഷ്ണൻ ജനിച്ച സമയത്ത് കാരാഗ്രഹത്തിൽ വെച്ചിട്ട് വസുദേവര് കുറച്ച് വഴിപാടുകളും ദാനങ്ങളുമൊക്കെ നേർന്നിരുന്നു. ഈ ഉപനയന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ വസുദേവര് ആ ദാനങ്ങളും മറ്റു വഴിപാടുകളുമൊക്കെ നടത്തുകയും ചെയ്തു. ഉഗ്രസേനന്റെ മേൽനോട്ടത്തിലാണ് എല്ലാ കർമ്മങ്ങളും വസുദേവര് നടത്തിയത്. അതിനുശേഷം വസുദേവർക്ക് മനസ്സിലാകുന്നു കുമാരന്മാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാലമായി എന്ന്. അതുകൊണ്ട് തന്നെ വസുദേവര് സർവവിജ്ഞാന പണ്ഡിതനായ സാന്ദീപനി എന്ന മുനിയുടെ ഗുരുകുല ആശ്രമത്തിൽ ഒരു നല്ല ദിവസവും സമയവും നോക്കി കുട്ടികളെ രണ്ടുപേരെയും ആ ഗുരുകുല ആശ്രമത്തിൽ കൊണ്ടുചെന്ന് ആക്കുന്നു. സാന്ദീപനി മുനിയുടെ ഗുരുകുല ആശ്രമത്തിൽ. ഈ ഗുരുകുല ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത് അവന്തി എന്ന രാജ്യത്തിലായിരുന്നു. വേദങ്ങൾ, വേദാന്ത സാരങ്ങൾ, വിജ്ഞാനശാസ്ത്രങ്ങൾ, ധർമ്മസംഹിതകൾ, പുരാണങ്ങളും ഇതിഹാസങ്ങളും തുടങ്ങിയ എല്ലാ വിജ്ഞാനങ്ങളും സാന്ദീപനി കുമാരന്മാരെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ ആയുധവിദ്യകളും
സൂത ധർമ്മങ്ങളും എല്ലാം തന്നെ ഗുരുകുലത്തിൽ നിന്ന് കൃഷ്ണനും രാമനും പഠിക്കുന്നു. 64 ദിവസം മാത്രമായിരുന്നു കൃഷ്ണന്റെ ഗുരുകുലവാസക്കാലം. അതായത് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ കൃഷ്ണൻ പഠിച്ചത് 64 ദിവസം കൊണ്ടായിരുന്നു. ഇത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രയേറെ വിദ്യകൾ കൃഷ്ണൻ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ ലോകബോധ്യത്തിന് വേണ്ടി കൃഷ്ണൻ, സർവജ്ഞനായ കൃഷ്ണൻ ഗുരുകുലവാസം അനുഷ്ഠിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കൃഷ്ണന് ഇതൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇപ്പോൾ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം 64 ദിവസം കൊണ്ട് ഈ വിദ്യകളെല്ലാം അഭ്യസിച്ചത്. ആചാര്യന് വേണ്ടി പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃഷ്ണന്റെ ആചാര്യനാവുക എന്ന ഭാഗ്യം കൂടി സാന്ദീപനി മഹർഷിക്ക് കൃഷ്ണൻ അനുഗ്രഹിച്ച് നൽകുകയായിരുന്നു. ആ ഗുരുകുലവാസകാലത്ത് മുരളീധരന്റെ ഏറ്റവും സ്നേഹമേറിയ കൂട്ടുകാരനായിരുന്നു കുചേലൻ. അദ്ദേഹം ഒരു സാധു ബ്രാഹ്മണനായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചായിരുന്നു എപ്പോഴും നടക്കുന്നത്. സർവ ഐശ്വര്യ സമ്പൂർണനായ കൃഷ്ണനും പരമദരിദ്രനായ കുചേലനും. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. ഗുരുകുലം വിടേണ്ടുന്ന കാലമായി. കൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഗുരുനാഥ, ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുരുദക്ഷിണ വാങ്ങി ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് ദക്ഷിണയായി നൽകേണ്ടത് എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവിടുത്തേക്ക് ഇഷ്ടമുള്ളതേതാണോ അത് അവിടുന്ന് അരുളിയാലും എന്ന് ചെന്താമരാക്ഷൻ സാന്ദീപനി മുനിയോട് പറയുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദിവ്യന്മാരാണ്, അതെനിക്കറിയാം. കൃഷ്ണ, 64 ദിവസം കൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ച നീ ദിവ്യനാണ്, സംശയമില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ഗുരുനാഥസ്ഥാനം അത് മാത്രം മതി എനിക്ക് ഗുരുദക്ഷിണയായിട്ട്. മറ്റൊരു ദക്ഷിണയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഗുരുനാഥൻ കൃഷ്ണനോട് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ വീണ്ടും പറയുകയാണ്, ഗുരുനാഥ, വിദ്യാഭ്യാസം പൂർത്തിയാകണമെങ്കിൽ ഗുരുദക്ഷിണ നൽകുക തന്നെ ചെയ്യണം. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് അല്ലയോ ഗുരുനാഥ, അവിടുത്തേക്ക് ആഗ്രഹമുള്ളത് തുറന്ന് പറഞ്ഞു കൊള്ളുക, ഞങ്ങളെ അനുഗ്രഹിക്കുക എന്ന് കൃഷ്ണൻ സാന്ദീപനി മുനിയോട് പറയുന്നു. ഉടൻ തന്നെ സാന്ദീപനി തൻ്റെ പത്നിയുമായി ആലോചിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി പതുക്കെ പറയുകയാണ്, അവർ ദിവ്യന്മാരായ ബാലന്മാരാണ്. നമ്മുടെ കാണാതായ കുഞ്ഞിൻ്റെ കാര്യം അവരോടൊന്ന് പറഞ്ഞു നോക്കൂ എന്ന് പത്നി സാന്ദീപനിയോട് പറയുന്നു. അങ്ങനെ പ്രിയതമയുടെ ഉപദേശമനുസരിച്ചിട്ട് മാമുനി കൃഷ്ണനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറയാം. ആകെ ഞങ്ങൾക്ക് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അവൻ പ്രഭാസാ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നുപോയി. പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ജഡമെങ്കിലും കിട്ടണ്ടേ, അതും കണ്ടില്ല.
അതുകൊണ്ട് അവനെ ഏതോ ജലപിശാച് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് കഴിവുള്ള പക്ഷം അവനെ കൊണ്ടുവന്നു തന്നാൽ അതിനേക്കാൾ മഹത്തായ ഗുരുദക്ഷിണ ഞങ്ങൾക്ക് മറ്റൊന്നില്ല എന്ന് മുനി കൃഷ്ണനോട് പറയുന്നു. ആ സമയത്ത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പുത്രന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി വസുദേവൻ ഒരു രഥം അയച്ചിരുന്നു. ആ രഥം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഗുരുനാഥന്റെ ഈ ആഗ്രഹം കേട്ട ഉടൻ തന്നെ കൃഷ്ണൻ ഗുരുവിനോട് യാത്രയും ചൊല്ലിയിട്ട് ജ്യേഷ്ഠനും ഒരുമിച്ച് ആ രഥത്തിൽ കയറി നേരെ സമുദ്രതീരത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് വരുണദേവനെ മനസ്സിൽ ചിന്തിക്കുന്നു. നിമിഷ നേരം കൊണ്ട് വരുണൻ കൃഷ്ണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഭഗവാനെ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, വീണ്ടും അവിടുത്തെ തൃക്കൺ പാർക്കുവാനുള്ള ഭാഗ്യം അടിയനുണ്ടായല്ലോ. അടിയന്റെ ആലയത്തിന്റെ മുമ്പിൽ അവിടുന്ന് എഴുന്നള്ളി നിൽക്കുവാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ വരുണദേവ, അങ്ങ് സമുദ്രത്തിന്റെ അധിപനാണ്. ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനി മുനിയുടെ പുത്രൻ. ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിയതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. അതിനുത്തരവാദി സമുദ്രരാജനായ അങ്ങാണ്. അതുകൊണ്ട് ആ കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് കൃഷ്ണൻ വരുണനോട് പറയുന്നു. അപ്പോൾ വരുണൻ പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ, അങ്ങേക്ക് എല്ലാം അറിയാം. അടിയന്റെ ആലയത്തിൽ അങ്ങനെ ഒരു കുട്ടിയില്ല. ഈ കാര്യത്തിൽ അടിയൻ നിരപരാധിയാണ്. ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഒരു അസുരൻ, ഒരു ജല അസുരൻ താവളമടിച്ച് താമസിക്കുന്നുണ്ട്. അവന്റെ മുഷ്ക് അടക്കാൻ അടിയനെ കൊണ്ട് പോലും കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അവനായിരിക്കണം ആ ബാലനെ അപഹരിച്ചിട്ടുള്ളത്. മായാവിയായ ആ അസുരൻ ഒരു ശംഖിന്റെ രൂപത്തിലാണ് വെള്ളത്തിൽ ജീവിക്കുന്നത് എന്ന് വരുണൻ കൃഷ്ണനോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് വരുണൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഉടൻ തന്നെ വാസുദേവപുത്രനായ കൃഷ്ണൻ സമുദ്രത്തിലേക്ക് ചാടുന്നു. എന്നിട്ട് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് തപ്പി അന്വേഷിക്കുന്നു. ഫലമുണ്ടാകുന്നില്ല. ഒടുവിൽ ഒരു അഗാധമായ ഗർത്തത്തിൽ വെച്ച് ഈ അസുരനെ കൃഷ്ണൻ കണ്ടുപിടിക്കുന്നു. പിന്നീട് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് അതിഘോരമായ ഒരു യുദ്ധം, ദ്വന്ദ്വയുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിന്റെ ഒടുവിൽ കൃഷ്ണൻ ഈ അസുരനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ മുഴുവൻ കൃഷ്ണൻ പരിശോധിക്കുകയാണ്. അവിടെ എങ്ങും സാന്ദീപനി മഹർഷിയുടെ പുത്രനെ കണ്ടെത്തിയതുമില്ല. എന്നാൽ അവന്റെ മാറിനുള്ളിൽ മനോഹരമായ ഒരു ശംഖ് ഇരിക്കുന്നത് ആര് കാണുന്നു? കൃഷ്ണൻ കാണുന്നു. ആ ശംഖും എടുത്തുകൊണ്ട് കൃഷ്ണൻ കടലിന്റെ അടിഭാഗത്തു നിന്നും പുറത്തേക്ക് വരികയും ചെയ്തു. പഞ്ചജനൻ എന്ന ആ ഘോരനായ അസുരന്റെ നെഞ്ചിൽ നിന്നും ലഭിച്ച ആ ശംഖിന് എന്തു പേരാണ് ഇട്ടത്? പാഞ്ചജന്യം എന്ന് പേരുണ്ടായി. അതായത് പഞ്ചജനൻ എന്ന ഘോരനായ അസുരൻ, ജലത്തിൽ ജീവിച്ചിരുന്ന ആ അസുരന്റെ
നെഞ്ചിനുള്ളിൽ നിന്നും ലഭിച്ച ആ ശംഖാണ് പാഞ്ചജന്യം. കരയിൽ ചെന്നിട്ട് ജ്യേഷ്ഠന്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യമായിട്ട് കൃഷ്ണൻ ആ ശംഖ് വിളിക്കുന്നു. നാദബ്രഹ്മത്തോടു കൂടിയ ഒരു അത്ഭുത ശബ്ദമായിരുന്നു ആ ശംഖിൽ നിന്ന് ഉണ്ടായത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശംഖാണ് എന്ത്? പാഞ്ചജന്യം. ഈ പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എവിടെയാണ് ഗുരുവിന്റെ പുത്രനെ അന്വേഷിക്കേണ്ടത് എന്ന് ജ്യേഷ്ഠനും അനുജനും കൂടി ആലോചിക്കുന്നു. അതിനുശേഷം അവര് നേരെ എങ്ങോട്ടേക്കാണ് പോയത്? കാലപുരിയിലേക്കാണ് പോയത്. അവിടെ എത്തി കൃഷ്ണൻ വീണ്ടും പാഞ്ചജന്യം മുഴക്കുന്നു. ഘോരമായ ആ ശംഖിന്റെ ശബ്ദം കേട്ട് യമരാജന്റെ ഭടന്മാർ ഭയപ്പെട്ടു. അവര് ഓടിച്ചെന്ന് യമരാജന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, രണ്ട് മഹാത്മാക്കൾ നമ്മുടെ കാലപുരിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്ന് പറയുന്നു. അവർ ആരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അന്തകൻ വേഗം തന്നെ അവിടേക്ക് വരുന്നു. സാക്ഷാൽ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ബലരാമനുമാണ് വന്നു നിൽക്കുന്നതെന്ന് യമധർമ്മന് മനസ്സിലാകുന്നു. ഭക്തിപൂർവം തൊഴുതുകൊണ്ട് യമൻ ചോദിക്കുകയാണ്, നിന്തിരുവടികൾ ആരാണ് എന്ന് അടിയൻ അറിയുന്നു. ഈ നരകലോകത്തിലേക്ക് എഴുന്നള്ളുവാൻ കാരണമെന്താണ് എന്ന് യമധർമ്മൻ തൊഴുകൈയോടുകൂടി രാമനോടും കൃഷ്ണനോടും ചോദിക്കുന്നു. യമധർമ്മന്റെ വാക്കുകൾ കേട്ട് പീതാംബരൻ പറയുകയാണ്, അല്ലയോ യമധർമ്മരാജ, ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനിയുടെ പുത്രൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഞങ്ങൾ കടലിന്റെ അടിയിൽ മുഴുവനും അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല. ആ ബാലൻ ഇവിടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കുടനെ തിരിച്ചു തരണമെന്ന് കൃഷ്ണൻ യമധർമ്മനോട് പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ യമധർമ്മൻ അപ്രത്യക്ഷനാവുകയും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗുരുവിന്റെ പുത്രനുമായി അവിടേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഭഗവാനെ, ലോകരക്ഷക, സാന്ദീപനിയുടെ പുത്രൻ ഈ ബാലനാണ്. അങ്ങ് സ്വീകരിച്ചാലും ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് അങ്ങ് ചോദിക്കരുത്. അവിടുത്തെ ദർശനത്താൽ അടിയൻ ഇന്ന് കൃതാർത്ഥനായി. അടിയന്റെ ഒരു പുത്രൻ പാണ്ഡുവിന്റെ പുത്രനായി അങ്ങയുടെ ബന്ധുവർഗത്തിൽ വളരുന്നുണ്ട്. അവിടുന്ന് എന്നും അവനൊരു സഹായമായിരിക്കണം എന്ന് എന്നുകൂടി ഈ കുട്ടിയെ തിരിച്ചു കൊടുത്തുകൊണ്ട് യമധർമ്മൻ കൃഷ്ണനോട് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, യമധർമ്മരാജാവേ, അങ്ങ് ഭയപ്പെടണ്ട. ധർമ്മം എവിടെയുണ്ടോ അവിടെ ധർമ്മമൂർത്തിയായ ഞാനുമുണ്ട്. എൻ്റെ അവതാരം തന്നെ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൃഷ്ണൻ തിരിച്ച് മറുപടി പറയുകയും ചെയ്തു. അതിനുശേഷം കൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ കുട്ടിയെ യമധർമ്മനിൽ നിന്നും ഏറ്റുവാങ്ങുകയും അതിനുശേഷം രാമനും കൃഷ്ണനും എത്രയും വേഗം തന്നെ ഗുരുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുകയും ചെയ്തു. മരിച്ചുപോയി എന്നു കരുതിയ പുത്രനെ ജീവനോടെ അങ്ങനെ ഗുരുവിന് ദക്ഷിണയായി നൽകുകയും ചെയ്തു. ഈ വിധം ഒരു ഗുരുദക്ഷിണ ലോകനാഥനായ കൃഷ്ണനല്ലാതെ മറ്റാർക്കാണ് നൽകുവാൻ സാധിക്കുന്നത്? അതിനുശേഷം ഗുരുനാഥന്റെ തൃപ്പാദങ്ങളിൽ രണ്ടുപേരും നമസ്കരിക്കുന്നു. ഗുരുനാഥനും ഗുരുപത്നിയും രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരനായ കുചേലന്റെ അടുക്കലേക്ക് ചെല്ലുന്നു.
എന്നിട്ട് കുചേലനെ ആനന്ദമൂർത്തി ഗാഠമായി ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, കുചേല, അധികം താമസിയാതെ നീയും ഗുരുകുലം വെടിയും. എന്നിട്ട് നീ പോയി ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് പത്നിയോടും സന്താനങ്ങളോടും കൂടി സുഖമായി ജീവിക്കുക. അങ്ങനെ ഭാര്യയും മക്കളുമൊക്കെയായി സുഖമായി താമസിക്കുമ്പോൾ നീ എന്നെ ഓർമ്മിക്കുമോ കുചേല? അങ്ങനെ നീ താമസിക്കുമ്പോൾ നമ്മൾ വിറകിനു പോയ കഥയൊക്കെ നീ ഓർക്കുമോ? എന്നെ നീ മറക്കുമോ എന്ന് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ കുചേലനോട് ചോദിക്കുന്നത്. കൃഷ്ണ, ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ കുചേലന്റെ ഹൃദയത്തിൽ എന്നും നിന്റെ മനോഹരമായ രൂപം പതിഞ്ഞുകൊണ്ടിരിക്കും. കൃഷ്ണ, നീ എന്നെ ഓർക്കുമോ? നീ ദിവ്യനായ ഒരു വലിയ ആളായിത്തീരും. അന്ന് പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ പാവപ്പെട്ട കൂട്ടുകാരനെ നീ ഓർമ്മിക്കുമോ? ഒരു പക്ഷേ നിനക്ക് എന്നെ ഓർമ്മിക്കുവാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല എന്ന് കുചേലൻ കണ്ണുനീരോടുകൂടി തിരിച്ചു പറയുകയും ചെയ്യുന്നു. കുചേല, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നു ഞാൻ നിന്നെ മറക്കുന്നുവോ അന്ന് ഞാൻ എന്നെയും മറക്കും. ഇപ്പോൾ ഞാൻ പോകട്ടെ കുചേല, നമുക്ക് എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞ് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രണ്ടുപേരും വീണ്ടും ഒന്നുകൂടി ആലിംഗനം ചെയ്തതിനു ശേഷം വാസുദേവൻ അയച്ച ആ രഥത്തിൽ കയറി വാസുദേവന്റെ 2 പുത്രന്മാരും മധുരയിലേക്ക് തിരിച്ചു പോകുന്നു. ഗുരുവും ഗുരുപത്നിയും കുചേലനും മറ്റുള്ള സഹപാഠികളുമെല്ലാം നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാന്റെയും രാമന്റെയും വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയായി. ഭഗവാൻ ഗുരുദക്ഷിണയായി മഹർഷിയുടെ പുത്രനെ തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് യമധർമ്മ രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്. അടിയന്റെ ഒരു പുത്രൻ പാണ്ഡുവിന്റെ പുത്രനായി അങ്ങയുടെ ബന്ധുവർഗത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ആരാണത്? യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരനെ കാത്തുരക്ഷിക്കണം, യുധിഷ്ഠിരന്റെ സംരക്ഷകനായി ഉണ്ടാകണം എന്ന് അച്ഛൻ പറയുന്നു. അതായത് യുധിഷ്ഠിരന്റെ പിതാവായ യമധർമ്മൻ മഹർഷിയുടെ കുട്ടിയെ തിരിച്ചു കൊടുത്തുകൊണ്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്നില്ലേ? യുധിഷ്ഠിരന്റെ ഒരു അഭ്യുദയകാംക്ഷിയായി യുധിഷ്ഠിരന് എന്നും തണലായി ആരുണ്ടായിരുന്നു? കൃഷ്ണനുണ്ടായിരുന്നു. ഇതൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരണം. കാരാഗ്രഹത്തിൽ ജനിച്ച ആ പൊന്നുണ്ണി കൃഷ്ണൻ ഇന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി തിരിച്ച് മധുരയിലേക്ക് പോയിരിക്കുന്നു ഭഗവാന്റെ കൂടെ. ഇത്രയും കാലം ആരൊക്കെ സഞ്ചരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഭഗവാന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എത്ര ദിവസമായിരുന്നു എന്നുള്ളതും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇന്നത്തെ ചോദ്യമാണത്. ഭഗവാന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഗുരുകുലത്തിൽ അദ്ദേഹം എത്ര ദിവസമാണ് വിദ്യാഭ്യാസം ചെയ്തത്? അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. എത്ര പേര് ഭഗവാന്റെ തിരു അവതാരം മുതൽ ഇപ്പോൾ ഭഗവാന്റെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്ന ഈ ഒരു നിമിഷം വരെ ആരൊക്കെ ഭഗവാന്റെ കൂടെ സഞ്ചരിച്ചു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻ്റ് ഇടണം. അതുപോലെ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലേക്ക് ആ കഥാസന്ദർഭങ്ങളൊക്കെ വരുന്നുണ്ടോ? സന്തോഷവും സങ്കടവും ഒക്കെ
ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഭഗവാന്റെ കൂടെ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കമൻ്റ് ഇടണം. മാധവത്തിൻ്റെ കൂടെ എന്നും ഇരുന്ന് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.